പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്ന്. ശ്രീ പ്രദീപ്, ട്രംപിനെ പോലൊരാൾ പൊടുന്നനെ വന്ന് ഈ 48 മണിക്കൂർ അന്ത്യശാസനമൊക്കെ നിർത്തി 5 ദിവസത്തെ വെടിനിർത്തൽ എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു. വെടിനിർത്തലൊക്കെ ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്ക് വെറും ചാക്ക് പോലെ കീറച്ചാക്ക് പോലെ എടുത്തു കളഞ്ഞ് വീണ്ടും അവിടെ അടിയൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ട്രംപിനെ പ്രധാനമായും ഇങ്ങനെ ഒരു നിർദ്ദേശത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഈ അമേരിക്കയിലുള്ള ആഭ്യന്തരമായ എതിർപ്പാണോ, അതോ യുദ്ധത്തിൽ പരാജയപ്പെടും എന്നുള്ള ഒരു ഭീതിയാണോ, എന്താണ്? അതോ തന്ത്രപരമായി ഇനി അവരെ അടിച്ചു തകർക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണോ? നമസ്കാരം കിരൺ. നമസ്കാരം. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, പായാൻ വേണ്ടിയാണ്. അത് പുലിയല്ലേ? ഇത് ട്രംപല്ലേ? ട്രംപും പുലിയെ തന്നെയാണല്ലോ. ട്രംപ് പുലി തന്നെയാണ്. അതായത് ഈ യുദ്ധം എന്തുകൊണ്ട് നടക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? എന്തിനാണ് യുദ്ധം? ഈ അമേരിക്കയും ഇസ്രയേലും ഒക്കെ ലോകരാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുന്നതിന് കാരണങ്ങൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അവർക്ക് യുദ്ധം ചെയ്യാൻ തോന്നുമ്പോൾ അവർ ലോകരാജ്യത്ത് പോയി യുദ്ധം ചെയ്യും. അവർക്ക് അവിടെ സാമ്പത്തിക ലാഭവും മറ്റു ലാഭങ്ങളും ഒക്കെ കാണും. അല്ലാതെ ന്യായമായ കാര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാജ്യമൊന്നും അല്ലല്ലോ അമേരിക്കയും ഇസ്രയേലും ഒന്നും. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും വലിയ ചർച്ച ചെയ്തുകൊണ്ട് വലിയ കാര്യം. ഈ യുദ്ധം നടത്തേണ്ടത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ആവശ്യമാണ്. അല്ല, അതെന്തോ ആയിക്കോട്ടെ. നമുക്ക് ഇപ്പൊ ഈ വെടിനിർത്തൽ എന്തുകൊണ്ടാണ് പ്രഖ്യാപിച്ചത് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറ. അത് മറ്റേതൊന്നും ചർച്ച ചെയ്താൽ തീരില്ല. എന്റെ പൊന്നെ കിരണേ, അതിനെ ഞാൻ പറഞ്ഞു വരണേ. ഈ യുദ്ധം യഥാർത്ഥത്തിൽ ആവശ്യക്കാർ തന്നെ മിഡിൽ ഈസ്റ്റിലാണ്. കാരണം മിഡിൽ ഈസ്റ്റിൽ ഇറാൻ എന്നൊരു ശത്രുവിനെ അവിടുത്തെ അറബ് രാജ്യങ്ങൾ തന്നെ ഭയക്കുന്നുണ്ട്. അവരുടെ ഐഡിയോളജിയുമായിട്ടുള്ളതല്ല ഇറാൻ. പിന്നെ ഇസ്രയേലും അമേരിക്കയും ഇറാനെ പൂർണ്ണമായി തീർത്തു കെട്ടാതെ 87,000 ടാർഗറ്റാണ് അമേരിക്കയും ഇസ്രയേലും കൂടെ ചേർന്ന് ഇറാനകത്ത് അടിച്ച് പപ്പടമാക്കിയത്. ഇറാൻ തിരിച്ച് ഇസ്രയേൽ അടിച്ച് എത്രയെന്നറിയാമോ? 126 ഇത് നിങ്ങളാരും പുറത്തൊന്നും പറയാറില്ല. കാര്യം എന്നറിയാമോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറച്ച് നിങ്ങൾ ഇന്ന് ഇത് കഴിയുമ്പോൾ ഒരു ഇത് കാണിക്കും. മറ്റേ ഇറാനിലൊരു ബോംബ് വന്ന് സ്കൂളിൽ വീഴുന്നതും അവിടുത്തെ കുട്ടികൾ ഓടുന്നതെല്ലാം. 400ഓളം അഫ്ഗാനിസ്ഥാനിലെ രോഗികൾ മരിച്ചതിന്റെ വീഡിയോ നിങ്ങൾ ഇടില്ല. നിങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക രീതിയിൽ. പ്രദീപ്, എന്റെ ചോദ്യമൊന്നുമല്ല. ഈ അമേരിക്കയും ഇസ്രായേലും ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ. ആ ശക്തികൾക്ക് മുന്നിൽ ഇറാൻ അങ്ങനെ അവരോട് നേരിടാൻ കഴിയുന്ന ശക്തിയൊന്നുമല്ല. പക്ഷേ ഇറാൻ ഇപ്പോഴും ഈ 2 ദിവസം കൊണ്ട് അടിച്ചിട്ട് തീർക്കാമെന്നൊക്കെ പറഞ്ഞു വന്ന അമേരിക്കയും ഇസ്രയേലും ഇന്നിപ്പോൾ ടെൽ-അവീവിലാണ് അടിച്ചിട്ടത്. അമേരിക്ക പിന്നെ അതിനേക്കാൾ ഒരുപാട് ദൂരെ കിടക്കുന്നത് കൊണ്ട് അമേരിക്ക തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രയേലിനെ പോലെ എല്ലാ സംവിധാനമുള്ള ടെൽ-അവീവിൽ അവർക്ക് ഒന്നെങ്കിലും വിട്ടല്ലോ. ഒന്നെങ്കിലും വിടാൻ അവർക്ക് കഴിയുമെങ്കിൽ ഇറാൻ ഇപ്പോഴും കരുത്തുണ്ട്, അവർക്ക് ഇപ്പോഴും ശേഷിയുണ്ട്. ഇസ്രയേലിന്റെ തലസ്ഥാനത്താണ് അവർ അടിച്ചിട്ടത്. ടോപ്പ് മുതൽ ഇങ്ങ് കീഴെയുള്ള 36ഓളം അവരുടെ നേതാക്കന്മാരെ അടിച്ച് പഞ്ഞി കിട്ടത് അങ്ങ് ഹൂറികളുടെ അടുത്ത് വിട്ടിരിക്കുക. അങ്ങനെയൊക്കെ പഞ്ഞി കിട്ടുന്നൊക്കെ തോന്നും. ആ പഞ്ഞി കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിച്ച ഒരു രാഷ്ട്ര നേതാവിനെ കൊന്നു കഴിഞ്ഞാൽ, അതാണ് ഈ ബുദ്ധി ആയുധ ശക്തിയൊക്കെ കൊണ്ട് വല്ലാതെ അങ്ങ് മതിച്ചു കഴിയുമ്പോൾ അവർക്ക് തോന്നും മറ്റുള്ളവനെ കൊന്നൊടുക്കി അവിടെ അങ്ങ് ആധിപത്യം സ്ഥാപിക്കാതെ. അങ്ങനെയല്ല ശ്രീ പ്രദീപ് ലോകം കീഴടക്കേണ്ടത്. കിരൺ, ലോകത്ത് ഒരു ശാപം മറ്റു ജനങ്ങളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നോക്കൂ, ഞാൻ വെറുതെ പെട്ടെന്ന് ഒരുപാട് പറയുന്നില്ല, ഒരൊറ്റ വാക്യം പറഞ്ഞു നിർത്താം. ഈ ഖമനേയി അവിടെ ഭരണത്തിൽ വന്നതിന് ആദ്യത്തെ അവരുടെ ഇത് അവരുടെ ക്യാബിനറ്റിൽ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഡെത്ത് ടു ഇസ്രയേൽ, ഡെത്ത് ടു അമേരിക്ക എന്നാണ്. അവർ ഈ ലാസ്റ്റ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്താണ് കുഴപ്പം? ഡെത്ത് ടു അമേരിക്ക പറഞ്ഞാൽ കുഴപ്പമില്ലെന്നാണോ? അവരുടെ രാജ്യത്തിന് നേരെ, അവരുടെ രാജ്യത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി, അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവരങ്ങനെ പറയില്ലേ? ലോകത്തെ എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തെ വിവിധ രാജ്യങ്ങൾ പോയി നടത്തിയ അത്രയേറെ ഭീകരപ്രവർത്തനമൊന്നും അവിടെ നിന്ന് ഖമനേയി പോയി നടത്തിയിട്ടില്ലല്ലോ. അല്ലാതെ ഖമനേ നല്ല ആളാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഖമനയുടെയും തട്ട് നോക്കിയാൽ ഖമനയുടെ തട്ടാണ് താഴ്ന്നിരിക്കുക. ഖമനയിൽ അത് ശരി തന്നെയാണ്. കാര്യം അറിയാം, 15 ലക്ഷത്തോളം കമ്മ്യൂണിസ്റ്റുകാരെ കുഴിച്ചു മൂടിയ കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തട്ട് താന്നിരിക്കും. കമ്മ്യൂണിസ്റ്റുകാരെ കുഴിച്ചു മൂടിയോ? പിന്നെ അല്ലാതെ 1000 നിങ്ങൾ ഹലോ 1000 പ്രദീപ് എവിടെ തന്നെയാണ് ഈ സാധാരണ കണക്കിലെ ചില കുഴപ്പങ്ങൾ വരാറുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് കണക്കൊക്കെ പ്രദീപിനെ ഒരു മിനിറ്റ് IRGC ഭരണം, അതായത് ഈ ഖമനേയി ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ കാര്യം പറയൂ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നോ? ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ അവിടെ? അല്ലല്ലോ ശ്രീ പ്രദീപ് ചർച്ച. നിങ്ങൾ ഈ ലോകത്തിന്റെ കാര്യം നടക്കുമെങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ ചർച്ച നടത്തുന്നതിനാ? കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP-കാരും ഒന്നും വിട്ടേരെ. താങ്കൾ ഈ ലോക കാര്യങ്ങളെ കുറിച്ച് പറയൂ. എന്റെ പൊന്നെ കിരണേ, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രയേൽ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം IRGC നടപ്പിലാക്കുന്നു. അത് തന്നെയാണ് അവരുടെ ഐഡിയോളജി. അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ ചോദിച്ചാൽ അതൊന്നുമല്ല പ്രദീപ്. ഇപ്പൊ ഈ 5 ദിവസം എന്താണ് 2 ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞു വന്ന അമേരിക്ക 25-ാം ദിവസവും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഒരു 5 ദിവസം അവധി എടുക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ടേക്ക് എ ബ്രേക്ക്. പുള്ളി ഒരു ബ്രേക്ക് എടുക്കുന്നത്. ഇപ്പൊ ഇസ്രായേൽ അടിച്ചോണ്ടിരിക്കുകയല്ലേ? ഇസ്രായേൽ എടുത്തിട്ടില്ലല്ലോ. ഇസ്രായേൽ എടുത്തിട്ടുണ്ടോ? അമേരിക്ക ഒരു ബ്രേക്ക് എടുക്കുന്നു, കളിയിൽ ഒരു ബ്രേക്ക് എടുക്കാൻ പോലെ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു 15 ദിവസത്തിനകത്ത് കളിക്ക് ഒരു ബ്രേക്ക് വിട്ടേക്കരുത്. ശരി, ഓക്കെ, ശരി.
ശ്രീ മുഹമ്മദ് ഷെരീഫാണ് പുനലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മുഹമ്മദ് ഷെരീഫ്, പൊടുന്നനെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത്, വെടിനിർത്തൽ. എന്താവും അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന് പിന്നിൽ? ഹലോ, കേൾക്കാവോ? പറഞ്ഞു, ധൈര്യമായി പറയും. ഈ നിങ്ങളുടെ ചാനൽ ഇത് ഞാൻ കാണുന്നേ, നിങ്ങളുടെ പേര് ആങ്കറിന്റെ എനിക്ക് അത്ര വ്യക്തമായില്ല. നിങ്ങൾ ഈ ന്യൂറോക്ക് ഇതൊരു പ്രദീപിനെ എപ്പോഴും വിളിക്കുമല്ലോ. ആ പ്രദീപ് എന്തുവാ പറഞ്ഞിട്ട് പോകുന്നത്? പ്രദീപിന്റെ ധാരണ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നോ? ഇതൊക്കെ കേൾക്കുന്നവരാ. ഈ ട്രംപിനെ മാത്രം അനുകൂലിച്ചല്ലാതെ ഈ പ്രദീപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നേ വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പ്രദീപ് എന്ന് പറയുന്ന എടുത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാ. ഇത്ര മാത്രം ഒരു മതത്തിനോടുള്ള ഒരു വൈരാഗ്യം വെച്ച് അയാൾ സംസാരിക്കുന്നത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാ, എനിക്ക് മതം ഏതായാലും ഞാൻ മോദി നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നയനാർ നല്ലതുപോലെ ചെയ്താൽ നല്ലത്, പിണറായി പന്നൽ ചെയ്താൽ പന്നലെന്ന് പറയും. ഇയാൾ എന്തുവായിരുന്നു പറയുന്നത്? ട്രംപ് ഏതാണ്ട് ആനയാ പൂനയാ? എടാ, ഒരു വെനീസുല എന്ന് പറയുന്ന ഒരു രാജ്യത്ത് കയറി അവിടുത്തെ പ്രസിഡന്റിന്റെയും പെണ്ണുമ്പിള്ളയും കിടക്കമുറിയിൽ പിടിച്ചോണ്ട് വന്ന നാണം കെട്ടവന്റെ പേരാ റൊണാൾഡ് ട്രംപ്. എടാ പ്രദീപ്, കേൾക്കുന്നത് അങ്ങനെ എടാന്ന് വിളിച്ച് പറയുന്നത് ശരിയല്ല. നിങ്ങൾ പ്രദീപ് എന്ന് വിളിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞോളൂ, പക്ഷെ അങ്ങനെ ഒരാളെ എടാ എന്ന് വിളിക്കുന്നത് കഥയോദിക്കുന്നത്. ഈ ട്രംപിനെ ഇത്ര പുകഴ്ത്തുന്നത് നിങ്ങളെ കണ്ടല്ലേ? ഒരു ജനാധിപത്യ രാജ്യത്ത് എന്ന് ഒരു പ്രസിഡന്റിന്റെയും പെണ്ണും പിള്ളയും പിടിച്ചോണ്ടിച്ച് വരിക, ഇതാണോ ജനാധിപത്യം? ഞാൻ വിഷമം കൊണ്ട് ഇവനെ 5000 കിലോ 6000 കിലോമീറ്റർ അപ്പുറത്തിരുന്നോട്ടല്ലേ ട്രംപ് കളിക്കുന്നേ. ഇന്ത്യയുടെ അടുത്ത് വരുന്നത് കളിക്കാൻ പറ. നമ്മുടെ മിസൈൽ അവന്റെ വാഷിംഗ്ടണിൽ ചെന്ന് വീഴും. ഇവന് വേണ്ടത് ഇറാന്റെ കയ്യിലും ഭൂഖണ്ഡാന്തര മിസൈല് വേണം. അവന്റെ തലക്കടി വീഴിക്കുമ്പോഴേ ഇവൻ പഠിക്കത്തുള്ളൂ. ഇതാണ് എന്റെ അഭിപ്രായം. ഞാൻ നിങ്ങളുടെ ചർച്ചകൾ കേൾക്കുന്നതാ. ആങ്കറുടെ പേരെനിക്ക് മനസ്സിലായില്ല. ഈ പ്രദീപ് കിരൺ ബാബു എന്തോ കിരൺ ബാബു എന്നാണ്. കിരൺ ബാബു. ഞാൻ വെക്കുന്നേ, ഞാൻ വീട്ടിൽ ഈ സമയം ഉള്ളപ്പോ ഞാൻ വെക്കുന്നേ. എന്നും കാണും ന്യൂറോക്കിന്നൊരു പ്രദീപ് എന്തോ പുലി പതുങ്ങുന്നെന്ന് പറഞ്ഞാൽ പുലി പതുങ്ങും. ഞങ്ങളൊക്കെ മലയാളം പഠിക്കുന്നവരാ. അത് എന്റെ അഭിപ്രായം ആങ്കറെ, ഈ ട്രംപ് കാണിക്കുന്ന ലോകത്തിന് ഭീഷണിയാ. അമേരിക്കയുടെ നട്ടല്ലൊടിഞ്ഞേക്കുക. ആണത്തമില്ലാത്ത എടാ, ഒരു 4000 കിലോമീറ്റർ ഇപ്പുറത്ത് അവന്റെ കപ്പലവിടെ, അവന്റെ എബ്രഹാം ലിങ്കൻ കപ്പലവിടെ. പണ്ട് ഇന്ത്യയുടെ അടുത്തൊന്ന് അടിക്കാൻ വന്ന 7ാം കപ്പൽപ്പട ഇന്ദിരാഗാന്ധി പറഞ്ഞ എന്റെ അതിർത്തിയിൽ കയറിയ തിരിച്ചു പോകത്തുള്ളത്. ഈ പ്രദീപിനെ അറിയാവുന്നത് ചോദിക്കണം. ആ ഒരു കാലം 971 ഇന്ത്യൻ പാകിസ്ഥാൻ വാർ നടക്കുമ്പോൾ 7ാം കപ്പൽപ്പട ഇങ്ങോട്ട് വിട്ട് നമ്മുടെ രാജ്യത്തെ വരട്ടാൻ നോക്കിയല്ലോ. അന്ന് എവിടെ പോയി? നമ്മുടെ അന്താരാഷ്ട്ര കപ്പൽചാരിയിൽ 1 ഇഞ്ച് നമ്മുടെ അതിർത്തി വന്നാൽ നിങ്ങൾ വന്നു വയ്ക്കോ, പക്ഷേ എന്റെ അതിർത്തി കയറരുത്. പറയാൻ ഞാൻ നട്ടലുള്ള പ്രധാനമന്ത്രിയുള്ള രാജ്യം എന്റെ രാജ്യം. അതാ എന്റെ ഭാരതം. ഇന്നുള്ളവർക്ക് അതൊക്കെ പറയാനുള്ള നട്ടലില്ല. ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നതാ. അതുകൊണ്ട് അമേരിക്ക ഒന്നുമല്ല, അത് കടലാസുപുലിയായി. അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ 7ാം കപ്പൽപ്പട ഇന്ത്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞത് കപ്പൽപ്പട അയക്കാൻ നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷേ ഇവിടെ വന്നിട്ട് അവർ തിരികെ പോകണം തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ഞാനതൊക്കെ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആങ്കറെ, ഇത് ഇങ്ങനെയുള്ള വിഡ്ഢിത്തരവും കൂടി ഇരുന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ വീട്ടിലുണ്ട്, നിങ്ങളുടെ ഈ പൊതുവേദി കേൾക്കും. ഓക്കെ, ഞാൻ വിളിക്കുമ്പോ ഇനി വിളിച്ചോളാം നിങ്ങളെ. ശരി, നിങ്ങൾ വിളിച്ചോളൂ. പക്ഷെ എപ്പോഴും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ മാന്യമായ രീതിയിൽ സംസാരിക്കാവുള്ളൂ.